ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം ഒരു 6 മണിയായി കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. ഇവിടെ അടുത്ത് ശിവക്ഷേത്രത്തിൽ പോവാണ്. അപ്പോൾ നാളെ അമ്പലത്തിലെ അയ്യപ്പൻ വിളക്ക് ഉത്സവമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും പോവാന്ന് അല്ലേ. ഹായ് ഗൈസ്, നിങ്ങൾക്ക് അമ്പലത്തിൽ പോകേണ്ട വഴിയൊക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ വീട് വന്നിട്ട് പാലക്കാടാണ്. മെയിൻ പാലക്കാട് കൊല്ലങ്കോട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൊല്ലങ്കോട് ഇവിടെ നിന്നൊക്കെ ഒരു നിസ്സാര കിലോമീറ്റർ ഉള്ളൂ അല്ലേ? എത്ര ഉണ്ടാവും? ഒരു 2-3 കിലോമീറ്റർ ഒക്കെ, ഒരു 3-4 കിലോമീറ്റർ. ഒരു കനാലിന്റെ സൈഡാണ് ഞങ്ങളുടെ വീട്. ഈ കനാൽ വഴിയാണ് ഞങ്ങള് അമ്പലത്തിൽ പോകുന്നത്. ഈ കനാൽ നേരെ പോകുന്ന അമ്പലത്തിലേക്കാണ് അല്ലേ? അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പാടങ്ങളും ഫുൾ സെറ്റാണ്. ഇവിടെയൊക്കെ വൈകിട്ട് നടക്കാറിറങ്ങിയ സെറ്റാണ്. ഞങ്ങള് സാധാ പോലെയൊക്കെ ഒരു ഫ്രീ ടൈമിലൊക്കെ നടക്കാറിറങ്ങും. ഫ്രീ ടൈമിലല്ല, ഈവനിങ് ടൈമിൽ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് പാടങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. സെറ്റാണ്. ഇതാ കാണിച്ചു തരാം. ഇതാണ് ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് അമ്പലത്തേക്ക് പോകുമ്പോഴുള്ള വ്യൂ. ഇവിടെയൊക്കെ സൺസെറ്റ് ആയ സെറ്റാണ്. അപ്പുറത്തെ സൈഡാണ് സൺസെറ്റ് കാണുക. ഇവിടെ ഇതാ പാടങ്ങൾ. ഇനി അപ്പുറത്ത് പോയി കാണിച്ചു കൊടുക്കാം. അപ്പുറത്ത് നന്നായി കാണാം. അതാ കാണുന്ന മലയാണ് നെല്ലിയാമ്പതി തോന്നണോ അല്ലേ? ഈ വഴിയാണ് അമ്പലത്തിൽ പോവുക. നല്ലൊരു പ്രകൃതിയ രമണീയമായ സ്ഥലമാണ്. കനാലിൽ വെള്ളവും ഉണ്ട്. അവിടെ ഫുള്ള് കത്തി. ഇത് ഇവിടെ അങ്ങോട്ട് ഫുള്ള് കത്തി. തീ വെച്ചതാണ്. അത് പടർന്ന് ഫുള്ള് കത്തിയിട്ട് ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആ കത്തലല്ല, അല്ല ഇത് വേറെ എന്തോ ഇട്ടതാണ്. പക്ഷെ എന്തോ ആയതാണ്. ഇവിടെ മൊത്തം കത്തി. ഇവിടെ ഫുള്ള് കത്തിയിട്ട് ഇവിടെ ഫുള്ള് മരങ്ങളും ചെടികളൊക്കെ ആയിരുന്നു. എല്ലാം കത്തി നശിച്ചു. ഗൈസ്, എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. കുറെ പേരൊക്കെ വരികയാണ്. ഞങ്ങൾ പോണേ ഉള്ളൂ. പക്ഷെ സമയമൊന്നും ആയിട്ടില്ല. ഒരു 6 തന്നെ ഉണ്ടാവോന്ന് അറിയില്ല. അവിടെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. പറ്റുവാണെങ്കിൽ ഞങ്ങള് ഉള്ളൊക്കെ എടുത്ത് കാണിച്ചു തരാം. എന്താ ഇനിയാണ് ഒരു സെറ്റ് വ്യൂ. നല്ല സെറ്റ് ആയിട്ടില്ല ഇവിടെയൊക്കെ. ഇവിടെ ഫുള്ള് പാടമാണ്. നമ്മുടെ വീട്ടിന് ചുറ്റുമല്ല, പാടത്തിന്റെ നടുക്കാണെന്ന് പറയാം. പാടത്തിന്റെ നടുക്കല്ല, കുറച്ചൊക്കെ ഒരു 70% പാടമാണ് നമ്മുടെ ഇവിടെ. ഇവിടെ നിന്ന് കൊല്ലംകോടൊക്കെ അടുത്തോണ്ട് കേട്ടോ. അവിടെയൊക്കെ പോണ വീഡിയോസ് കാണിച്ചു തരാം. വരുന്നതായിരിക്കും. കൊല്ലംകോട് എന്താണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായിട്ടോ ഇന്ത്യത്തെ 10 എത്രയോ മറ്റേ സ്ഥാനം 2 അങ്ങനെ എന്തോ ആണ് കൊല്ലംകോട്. ഞങ്ങൾ ഇവിടെ ഇരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. ബട്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് എന്തായാലും തോന്നും. വണ്ടിയൊക്കെ വരുന്നുണ്ട്. വണ്ടി എപ്പോഴെങ്കിലും ഇങ്ങനെ ഓരോന്ന് വരുള്ളൂ ഈ വഴിക്ക് അല്ലേ? കൊല്ലംകോട് തന്നെ പ്രധാനമായിട്ടുള്ളത് പാടങ്ങളും അതന്നെ ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ സീതാർകുണ്ട്, വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ കുറെ. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോവാണെങ്കിൽ അതിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ പോവും. എന്തായാലും അല്ല, ചിലപ്പോ പോവും, അറിയില്ല. ഇവിടെ ഇപ്പൊ തന്നെ തണുപ്പ് തുടങ്ങി ഗൈസ് അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ തണുപ്പുണ്ട്. പാലക്കാട് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. അതെല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പൊ 6 മണിയായിട്ടുള്ള നല്ല തണുപ്പ്. ഡിസംബർ ഒക്കെ ആയതുകൊണ്ടായിരിക്കും, ക്രിസ്മസ് ആവാറായതുകൊണ്ടായിരിക്കും. വെള്ളം വന്നിട്ടുണ്ട്. എന്താ ഈ കനാല് നമ്മുടെ ഈ കനാൽ നേരെ പോകുന്നത് നമ്മുടെ വീട്ടിന്റെ അവിടേക്കാണ്. ഈ കനാൽ നേരെ എത്തി ഒരു ജംഗ്ഷൻ എത്തുന്നതാണ് നമ്മുടെ വീട്. ഓക്കെ, ഇതൊക്കെയാണ് വ്യൂ. സെറ്റായിട്ട് നമ്മുടെ പിള്ളേർ എന്തൊക്കെയോ കളിക്കും, മീൻ പിടിക്കത്തോ എന്തോ ആണ് പരിപാടിയിലാണ് കുട്ടികളൊക്കെ. അതാ അവിടെ ഷെഡ് ഉണ്ട്, അതൊക്കെ. പിന്നെ നാളെ ശനിയാഴ്ച ആണല്ലോ. നാളെയും മറ്റന്നാളെയും ലീവാണ്. നാളെ അയ്യപ്പൻ വിളക്കും കൂടിയാണ് ഇവിടെ. അത് ശരിയാണ്. അതിന്റെയൊക്കെ ഫുള്ള് തിരക്കാണ്. കണ്ടോ ഗൈസ് വ്യൂ? ഇവിടെ അതാ അവിടെ കണ്ട ഒരു സ്ഥലം. അവിടെ അല്ലല്ല, അവിടെ പോയ ആ റോഡെത്തും. ആ റോട്ടിൽ നിന്ന് തെങ്ങനെ വന്ന ഇവിടെയാണ് നമ്മുടെ വീട്. സൂര്യനെ കാണിച്ചു തരാം എന്തായാലും. യെസ് ഗായ്സ്, പിന്നെ ഇത്ര ദിവസം അങ്ങനെ നമ്മൾ ഫുൾ വീഡിയോസ് ഒന്നും വലുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചെണ്ണം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി എന്തായാലും ഇടാൻ ശ്രമിക്കാട്ടോ അല്ലേ? ലോങ് വീഡിയോസ് ഇടുന്നതായിരിക്കും. ലോങ് വീഡിയോസ് ഇനി എവിടേക്കെങ്കിലും പോകുന്നത്, ഇനി കുറച്ച് വ്ളോഗ് എടുക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇടാം. എല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മള് ഇപ്പൊ നമ്മുടെ 1K ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഇൻസ്റ്റയില് സ്റ്റോറി ഒക്കെ ഇട്ടുന്നത് എൻ്റെ കുറേ ഫ്രണ്ട്സ് എല്ലാവർക്കും, ഒട്ടുമിക്ക പേർക്ക് ഇപ്പോഴാണ് അറിയണേ നമുക്ക് ചാനലിലുള്ള കാര്യം. ആർക്കും അറിയില്ല. അത് കാരണം ചാനൽ തുടങ്ങാൻ ഒരു കാരണം പറഞ്ഞാൽ എനിക്ക് ഇത്തിരി എഡിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പം എന്തായാലും വെറുതെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇട്ടാലോ എന്ന് പ്ലാൻ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും കൂടെ.
എന്നിട്ട് അങ്ങനെ ഇത് നേരത്തെ പ്ലാൻ ചെയ്താണ്, പക്ഷെ അപ്പോഴൊന്നും എന്തോ നടന്നില്ല. ഇപ്പോഴാണ് അതിനൊരു സമയം വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓരോ ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടപ്പോൾ നല്ല ഫസ്റ്റ് ഒക്കെ നല്ലോണം റീച്ച് ഒക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ആ ഫ്ലോയിൽ അങ്ങനെ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് വന്നു. പക്ഷേ കുറേ പേർക്ക് കഴിച്ച് ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഈഗോ ഹേർട്ട് ചെയ്യണ്ടോ എന്ന് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. അത് കുറേ വീഡിയോ കണ്ടായിരിക്കില്ല. ഞങ്ങൾ ഇൻസ്റ്റയിൽ ഞാൻ പറഞ്ഞില്ലേ ആരുടെ അടുത്തും ആർക്കും അറിയുന്നില്ലാന്ന്. പിന്നെ ഇൻസ്റ്റയിൽ ഇടയ്ക്കാണ് ഇട്ടത് സ്റ്റോറി 1K ആയി എന്ന് പറഞ്ഞിട്ട്. അതിട്ടപ്പോൾ കുറേ പേർക്കൊക്കെ എന്തൊക്കെയോ കൊള്ളുന്നുണ്ടെന്ന് അറിഞ്ഞു. അൺഫോളോ ചെയ്യുക, പിന്നെയും ഫോളോ ചെയ്യുക, അൺഫോളോ ചെയ്യുക, ഇതൊക്കെയാണ് അവസ്ഥ. അതാണ് അവസ്ഥ. അത് നമുക്ക് വിഷയമൊന്നുമല്ല. കാരണം ഇപ്പോൾ ഇവരൊന്നും ഇല്ലാണ്ട് ഏതൊക്കെ ഞങ്ങളെ പോലും അറിയാത്ത ആൾക്കാരാണ് ഞങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്ത്. 95% ആൾക്കാരും ഞങ്ങൾ അറിയാത്ത ആൾക്കാരാണ്. പക്ഷെ ഞാൻ ഇൻസ്റ്റ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് എനിക്ക് കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യണമുണ്ടായിട്ടോ. അവർക്ക് അത്ര ദിവസം അറിയാണ്ട് ഞാൻ ഇൻസ്റ്റ സ്റ്റോറി ഇട്ടപ്പോഴാണ് വീഡിയോ ചാനലുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ കസിൻസ് കുഞ്ചേച്ചി ഉത്തരയൊക്കെ ഞങ്ങൾ നല്ല ഷാരു അപ്പോട്ടൻ കുറെ അങ്ങനെ കസിൻസ് അവിടത്തൊക്കെ നല്ല ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ തന്നെ ലൈക്ക് അടിക്കുന്നുണ്ട്, എല്ലാം സ്റ്റോറി ഇടും. കുഞ്ചേച്ചിയൊക്കെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടും, സെറ്റാണ്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഞങ്ങൾ അവൻ്റെ അടുത്ത് മാത്രം ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ ഈ ചാനലിലുള്ള കാര്യം. എന്നിട്ട് പിന്നെയാണ് ഇപ്പോൾ സ്റ്റോറി ഇട്ടപ്പോഴാണ് കുറേ പേർക്കൊക്കെ ഇങ്ങനെ ഇത്തിരി ഡൈജസ്റ്റ് ആവണില്ല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞത്. കുഴപ്പമില്ല, കാരണം അതെന്തെങ്കിലും ചെയ്യട്ടെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ എന്നെ കോളൊക്കെ ചെയ്തു, ചാനലുണ്ട് ഇത്ര ദിവസം എന്താ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര താങ്ക്സ് ഗൈസ്. സപ്പോർട്ട് ചെയ്യുന്നവർ കുറേ പേരുണ്ട്. പിന്നെ അങ്ങനെയുള്ളവർ പറയുമ്പോൾ അത് നമുക്ക് കുറേ പേരൊന്നുമില്ല, ഒന്നിരി കുറച്ചാണ് ഇത് ഒരു കൈത്ത് കേരളത്തിൽ എണ്ണാൻ പറ്റുന്നുണ്ട്. കാരണം അവർ നമുക്ക് അറിയുന്നുണ്ട്, അവർ കാണിക്കുന്നത് കാണുമ്പോൾ അവരുടെ വന്ന് അക്കൗണ്ട് ഫോളോ ചെയ്യുക, പിന്നെ അൺഫോളോ ചെയ്യുക, അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങോട്ട് വിട്ടു, എന്താ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വഴി കാണിച്ചു തരട്ടാ പോണത്. ആൻ്റെ ഡ്യൂക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത് അമ്പലത്തിക്ക്. വണ്ടി ടൂ വീലർ ഓടും. അല്ല അവിടെ എന്തോ പൈപ്പ് എന്തോ കാര്യമുണ്ട്. ഇത് വഴിയല്ല, ഇത് നട വഴിയാണ് ഗായ്സ്. അപ്പോൾ നമ്മളിതാ അവിടെ അമ്പലം എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലം അല്ലേ, പൊക്കുന്നി ശിവക്ഷേത്രം. സ്നേഹവീട് സിനിമയിലുണ്ട്. പിന്നെ കുറേ സിനിമകളിലൊക്കെ ഉണ്ട് ഷൂട്ട്. അമ്പലം ഇവിടെ കണ്ട, ഇവിടെയും പാടങ്ങളാണ് ഫുള്ള്, ചുറ്റും പാടങ്ങൾ, ഫുൾ പാടങ്ങൾ, കൊറ്റിമേയൽ എല്ലാമാണ് ഇവിടെ. ഇവിടെ കണ്ട അങ്ങനെ വരുമ്പോൾ തന്നെ ഭയങ്കര കാറ്റ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഫുള്ളൊരു സെറ്റ്, ഒരു വൈബ് പ്ലേസ്. അവിടെ കളിച്ചത് അമ്പലത്തിൽ പരിപാടി ആയതുകൊണ്ട് അപ്പുറത്തെന്തോ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ്. വലിയ തിരക്കില്ല, തിരക്കേ ഇല്ല, ഫോണൊന്നും പറ്റില്ല. ഗൈസ് നമ്മൾ അമ്പലം എത്തി. ഇനി എന്തായാലും തൊഴുതിയിട്ട് വരാട്ടോ. ഫ്രണ്ട് ഇവിടെയൊക്കെ പരിപാടി നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തൊഴുതിയിട്ട് വരാം. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട്. അവിടെ കാല് കഴിഞ്ഞിട്ട് തുടങ്ങാം, അല്ല പോവാ പ്രാർത്ഥിക്കാം. എവിടെ ഇതോടെയാണ് അമ്പലം. ഗൈസ് നമ്മൾ അർച്ചനയ്ക്കുള്ള ഇതെടുത്തു, ടിക്കറ്റ്. ഷ്യാമിൻ്റെ സ്പെല്ലിങ് നോക്ക്, SHAM എന്ന് അടിച്ചിരിക്കുന്നത്. എൻ്റെ നാൾ ആയിട്ടാണ് ഗൈസ്. നിങ്ങളുടെയൊക്കെ എന്താണ് കമൻറ്റ് കേട്ടോ. ഷ്യാം ശില്പൻ്റെ കറക്റ്റായി അടിച്ചിട്ടുണ്ട്. H ഇട്ടു തന്നെ ഉള്ളൂ, അതിന് കറക്റ്റ് സ്പെല്ലിങ് അതന്നെ. ഗൈസ് നമ്മളങ്ങനെ തൊഴുതിയിട്ട് വന്നു. ഞാൻ അമ്പലത്തിൻ്റെ പുറത്ത് വന്ന് ഇരിക്കുകയാണ് കുറച്ച് നേരം. ഇവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ട്, അല്ല എല്ലാവരുടെയും ഉണ്ടാവും, ഇരുന്നിട്ട് പോവാം. ഇവിടെയൊക്കെ ഇന്ന് പരിപാടിൻ്റെ തിരക്കല്ല, എന്തോ പണിയൊക്കെയാണ്. എന്താ ഗൈസ് അവിടെ ലൈറ്റ് ഇട്ടു, ശിവനും പാർവതിൻ്റെ ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ തിരക്ക് കുറച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്, കുറേ ആൾക്കാരൊക്കെ. ഗൈസ് ഇതാണ് ഈ അമ്പലത്തിൻ്റെ മെയിൻ വഴി കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ വന്നാലാണ് അമ്പലം എത്തുക, മെയിൻ എൻട്രൻസ്. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കസിൻ സിസ്റ്ററിനെ കണ്ടു, സന്ധി ചേച്ചിനെ. അപ്പോൾ എന്തായാലും ചേച്ചിയും പിന്നെ ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോനൊക്കെ അയച്ചു വിടാൻ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇതിൽ കൂടെ നടന്നു പോകാൻ സെറ്റ് ആയിട്ടുണ്ടല്ലോ, നടന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോനൊക്കെ വിട്ടു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്, വരുന്നവരെ ഇവിടെ നിൽക്കാം, അങ്ങനെ മിണ്ടാണ്ട് നിൽക്കാം. എന്നാ കണ്ട ചന്ദനമൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കടകളൊക്കെ എത്തിയിട്ടുണ്ട്.
ഗായ്സ് അപ്പോൾ നമുക്ക് സന്ധ്യ ചേച്ചിനെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇനി പോവാ. നടക്കാൻ കേട്ടോ വീട്ടിലേക്ക്. കുറേ മയില് കാണിച്ചു തരാം. എന്താ മയില് ഇവിടെ 1 2 3 4 പിന്നെ റോട്ടില് ഞാൻ പറഞ്ഞില്ലേ പ്രകൃതി സ്ഥലമാണ് ഇവിടെയാണ്. ഇവിടെ ഫുള്ള് മയില്, കുറുക്കനൊക്കെ ഉണ്ടാവും രാത്രി, പന്നി ഇഷ്ടം പോലെ പറഞ്ഞ പോലെ. കണ്ട ഗൈസ് ഇതാ മയില് കണ്ട ഒരു പേടിയില്ലാണ്ട് നിൽക്കണ പറന്നു. പേടിച്ചു അതാ തെങ്ങിൻ്റെ മേലെ പോയിരിക്കണോ ആള് 2 എണ്ണം ഓരോന്ന്. റുബി ഇവിടെ വാ ഇവിടെ വാടാ. ഗായ്സ് അപ്പോൾ നമ്മൾ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. വൈകി ഇപ്പം സമയം 7 മണിയാവാറായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്യാം. ഓക്കെ ബൈ.